മുരളിയുടെ വീട്ടുകാർ നിന്റെ മറുപടിക്കായി കാത്തിരിക്കുക. വൈകാതെ ഒക്കെ പറയാം. വരട്ടെ. വൈകാതെ പറയാന്നോ? ഇനി പറയാനൊന്നുമില്ല. എല്ലാവരും കൂടെ ആലോചിച്ച് തീയതി അങ്ങ് കുറിക്കും, അത്ര തന്നെ. കുറിക്കുന്ന തീയതിയെ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. ഈ പെണ്ണെന്താ ഇങ്ങനെ? നവീന്റെ വരവ് മാറ്റിവെച്ചത് ഒരു കണക്കിന് നന്നായി. ഗിരി, ദേ അവര് വന്നു. എത്തിയോ? അച്ഛാ, മോളെ പതിയെ വാ അച്ഛാ. ഇതെന്താ മോളെ ഈ സമയത്ത് ഇങ്ങനെ പടി ചാടി ഇറങ്ങിയൊക്കെ നടക്കാവോ? നല്ല വഴക്ക് കൊടുക്ക് പ്രഭേ. എത്ര പറഞ്ഞാലും കേക്കില്ല. അത് ശരി, ഇവിടെ അമ്മ പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലേ? ചേടാ, നിങ്ങൾ ഗർഭിണിയായ മോളെ കാണാൻ വന്നതോ അതോ വഴക്ക് പറയാൻ വേണ്ടിട്ട് വന്നതോ? ദേ ഭരണമൊക്കെ അങ്ങ് ചന്ദ്രോത്ത്. ഇവിടെ എന്റെ കെട്ടിയോനുണ്ട്, അധ്യാപകനാണെങ്കിലും നല്ല അഭ്യാസിയാ. അതെ, ആ അഭ്യാസമൊക്കെ കൈ വെച്ചാ മതി. അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവ്. അല്ല, ദേവികയും നന്ദനും വന്നില്ലേ? അവര് വൈകാതെ എത്തും. എല്ലാരും കൂടെ ഒന്നിച്ചു വരുമെന്നാ ഞാൻ കരുതിയേ. അങ്ങനെയാ തീരുമാനിച്ചത്. പക്ഷെ ദേവികയ്ക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് 10:30 കഴിയും. 11 മണിയാവുമ്പോഴേക്കും അവളെത്തും. നന്ദൻ ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് അവനും വരും. പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണെങ്കിൽ അത് നടക്കണം. എനിക്ക് തോന്നുന്നത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ദേവിക ഒഴിയുന്നതാണെന്നാ. ഇന്ന് അവള് വരാൻ സാധ്യതയൊന്നുമില്ല. സാർ വരണം. ഇവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ, അകത്തേക്ക് ഇരിക്കാം. അമ്മ നോക്കിക്കോ, അവള് വരില്ല. എന്താന്നറിയോ, ആ പ്ലാന്റിന് അനുമതി കൊടുത്തതിന്റെ ഒക്കെ പ്രശ്നം നടക്കുമല്ലേ. ഗിരിയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഗിരിയോ അച്ഛനോ ഒക്കെ ഒരുമിച്ചുള്ളപ്പോ അവൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ മനസാക്ഷി കുത്തു കാണും. അതൊക്കെ ശരിയാ, പക്ഷെ ദേവിക വരും. ദേവിക വന്നോട്ടെ, നമുക്കകത്തേക്ക് കയറാലോ. വരണം സാർ. ഒരു മിനിറ്റ്. വാ പ്രഭേ. മൂന്ത പോകാൻ നേരത്തെ ഞാൻ വിളിക്കാം. വണ്ടി ഒന്ന് പറകോട്ടോ. സാർ വരൂ സാർ. ദേവിക എന്തോന്നും മിണ്ടാതെ ഡള്ളായിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ മുരളേട്ടാ, മനസ്സ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇസബെല്ല തന്നെയാ ഇഷ്യൂ. അവൾ എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാൻ പോവാണെന്നൊരു തോന്നല്.